നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്റ്റൻസ് ആയി ഡിഗ്രിയും PGയും ഒക്കെ ചെയ്യുന്നത് പോലെ BEd ചെയ്യാൻ കഴിയുമോ എന്ന് എപ്പോഴും പലരും ചോദിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ നമുക്ക് റെഗുലറായി 2 വർഷത്തെ BEd കോഴ്സ് മാത്രമാണ് ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ഉള്ളത്. പിന്നെ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് IGNOU നടത്തുന്ന 2 വർഷത്തെ BEd കോഴ്സാണ്. അത് ഡിസ്റ്റൻസ് കോഴ്സാണ് എന്ന് പേര് ആണെങ്കിൽ തന്നെയും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസും അതുപോലെ തന്നെ കോണ്ടാക്ട് കോഴ്സും ഒക്കെ ക്ലാസ്സുകളും ഒക്കെ തന്നെ വളരെ റെഗുലറായ ഒരു രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സൗത്ത് സോണിലേക്ക് നമുക്ക് 25 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 25 സീറ്റിലേക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് പാസ്സാവുകയും നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാനും സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ടീച്ചിങ് സംബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അതായത് TTC കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ആയി IGNOയിൽ BEd ചെയ്യാം. അതും എൻട്രൻസ് പാസ്സായി അവരുടെ കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടുന്നത്. ഈ കടമ്പകളൊക്കെ തന്നെ സാധാരണ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് തന്നെ പലരും ഡിസ്റ്റൻസ് ആയി IGNOയിലാണെങ്കിൽ പോലും BEd ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പലതാണ്. PSC നമുക്ക് റെഗുലറായിട്ടുള്ള കോഴ്സുകൾ മാത്രമേ HSA ആയാലും HSST ആയാലും ഒക്കെ അംഗീകരിക്കാറുള്ളൂ. അപ്പോൾ ചോദിക്കും, നമ്മൾ വരുന്ന സർട്ടിഫിക്കറ്റിലൊന്നും തന്നെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കത് പ്രാവർത്തികമാകില്ലേ എന്നൊക്കെ. പക്ഷേ മിക്കവാറും എന്നല്ല, പൂർണ്ണമായും നമ്മൾ PSCയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ നമ്മൾ റെഗുലറായാണ് BEd പഠിച്ചത് അല്ലെങ്കിൽ MEd പഠിച്ചത് എന്നുള്ളതിൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ HSSTയുടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയവരൊക്കെ തന്നെ അറിയാമായിരിക്കും, അവർക്ക് റെഗുലർ ആണ് നമ്മൾ കോഴ്സ് ചെയ്തത് എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ IGNOയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു റെഗുലർ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് PSC എഴുതുന്ന HSA അല്ലെങ്കിൽ HSST പോലുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്പെടാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് IGNOU വഴി BEd ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സർവീസിൽ ഇരിക്കുകയാണ്, TTC ഒക്കെ കഴിഞ്ഞിട്ട് LPയിലോ UPയിലോ ഒക്കെ വർക്ക് ചെയ്യുകയാണ്, എയ്ഡഡ് കോളേജ് സ്കൂളുകളിലൊക്കെ തന്നെ. നിങ്ങൾക്കൊരു BEd മാത്രം, ഒരു ഡിഗ്രി മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രമോഷന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഒരു TTC ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഹിന്ദി ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ അവർക്ക് ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ തന്നെ എല്ലാ വർഷവും ഇതുപോലെ IGNOയുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റിനാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. 1000 രൂപ നമുക്ക് ഫീസ് അടച്ച് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. എൻട്രൻസിന് കൃത്യമായിട്ട് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളുമാണ് ചോദിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ കൃത്യമായിട്ട് വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള വീട്ടിട്ടുള്ള വീഡിയോകളിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചും അതിൻ്റെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ വീഡിയോകളൂടി ഒന്ന് കണ്ട് സംശയങ്ങളെല്ലാം ദൂരീകരിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.